ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേക്കറി ബിസ്ക്കറ്റ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധാരണ ചേരുവകൾ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മാത്രമല്ല നമ്മളിത് ഓവനൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര വേണം എടുക്കാനായിട്ട്. പഞ്ചസാര പൊടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക, ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ പൊടിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. മണമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ശരിക്കും പൊടിച്ചാലേ ഇതുപോലെ നമുക്കത് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പഞ്ചസാരയുടെ കട്ട അവിടെ ആയിട്ട് നിൽക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടി വേണം എടുക്കാനായിട്ട്. ഗോതമ്പ് പൊടി മുഴുവനായിട്ട് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫോക്ക് വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. കുറേശ്ശെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി 1/2 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ജീരകം ചേർക്കാം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം, അതല്ലെങ്കിൽ പിന്നെ ഏലക്കപ്പൊടി ചേർത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് ചേർക്കാം. ജീരകം ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇനി ഇത് കൈവച്ച് തന്നെ നമ്മൾ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിയിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ശരിക്കുള്ള ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും നല്ലൊരു അടികട്ടിയുള്ളൊരു പ്ലേറ്റ് എടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഏതെങ്കിലും നല്ല കട്ടിയുള്ള ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ്. നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ മാവ് എടുക്കുക. ഏകദേശം നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അത്രയും വലുപ്പത്തിൽ മാവ് എടുക്കുക. അല്ല അതിൽ ചെറുതായിട്ടാണെങ്കിലും എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പ് ആക്കി എടുത്താൽ മതി. പിന്നെ ഇത്രയും കട്ടിയിലാക്കണം കേട്ടോ, ഒരുപാട് കനം കുറയ്ക്കരുത്. ഈ ഒരു കട്ടിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഓരോന്നും ഇതേ രീതിയിൽ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് കൈവച്ച് റോൾ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബിസ്ക്കറ്റും പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ കൈയൊന്നും പൊള്ളിക്കാതെ നമുക്ക് ഈ പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അതിനുശേഷം അടച്ചു വെച്ച് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കുക. 30 മിനിറ്റിന് ശേഷം ഇത് റെഡി ആയിരിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നൊന്നും നോക്കരുത്. 30 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. അപ്പോഴേക്കും ബിസ്ക്കറ്റ് റെഡി ആയിരിക്കും. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഒരുപാടൊന്നും മാറില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് ശരിക്കും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ചുട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ശരിക്കുള്ള മനസ്സിലാവും. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് ഞാൻ ഒന്ന് മറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗം കണ്ടില്ല, നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കളർ ഇങ്ങനെ തന്നെ ഇരിക്കും, അടിഭാഗം ശരിക്കും ബേക്കായി കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ 30 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ 30 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ശരിക്കും ബേക്കായിട്ടില്ലെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റ് എക്സ്ട്രാ വെച്ചാൽ മതി. പക്ഷേ 30 മിനിറ്റ് തന്നെ മതി നമുക്ക് കറക്റ്റ് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ചട്ടുകം വെച്ചിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് അതേ പ്ലേറ്റിൽ തന്നെ ഇട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറുതായിട്ടൊരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ചെറിയൊരു ഡിസൈൻ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെയും ചെയ്യാം. പിന്നെ വലിയ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ എല്ലാ ബിസ്ക്കറ്റ്സും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് 2 വട്ടം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ വട്ടം ബേക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം ചട്ടി നേരത്തെ ചൂടാണല്ലോ. അപ്പോൾ നമുക്ക്
പ്രീ ഹീറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലേറ്റ് വെച്ച് നമുക്ക് ഒരു 20 മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ആക്കാം. അതിനുശേഷം ഉടനെ തുറക്കരുത്. ഒരു 15 മിനിറ്റ് വിട്ടതിന് ശേഷം തുറന്നാൽ കറക്റ്റായിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ രണ്ടാമത്തെ വട്ടം നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ 20 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ആദ്യത്തെ തവണ 30 മിനിറ്റും രണ്ടാമത്തെ തവണ 20 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് ശേഷം വേണം തുറക്കാനായിട്ട്. 2 പ്രാവശ്യമായിട്ട് നമ്മൾ ബിസ്ക്കറ്റ്സ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കണ്ടില്ലേ, ശരിക്കും തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് എടുത്ത ഉടനെ തന്നെ കഴിക്കരുത്. നല്ലതുപോലെ തണുക്കണം. തണുത്താൽ ഇത് ശരിക്കും സെറ്റായി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ബിസ്ക്കറ്റ് നമുക്ക് 10 ദിവസം വരെയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്